ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ് ലോക അവയവദാന ദിനം. അന്ന് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ആളുകളെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. തങ്ങൾക്ക് ജീവനേകിയ പ്രിയപ്പെട്ടവളുടെ ഓർമ്മ ദിനത്തിൽ ഒത്തുകൂടിയ ചിലരെയാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും പതിവ് തെറ്റിക്കാതെ അവർ ഇത്തവണയും ലീനയുടെ ഓർമ്മ ദിനത്തിലെത്തി. അവയവദാനത്തിലൂടെ പുതുജീവൻ ലഭിച്ച മൂവർ സംഘമാണ് 6ാം ഓർമ്മ ദിനത്തിലും ലീനയുടെ കൊല്ലത്തെ വസതിയിലെത്തിയത്. പെട്ടെന്നുണ്ടായ അസുഖത്തെ തുടർന്ന് 2018 ഓഗസ്റ്റ് 12-നാണ് കൊല്ലം ആശ്രാമം സ്വദേശി ലീനയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചത്. കഴിഞ്ഞ 5 വർഷങ്ങളായുള്ള പതിവ് ഇക്കുറിയും അവർ തെറ്റിച്ചില്ല. തങ്ങൾക്ക് പുനർജന്മമേകിയ പ്രിയപ്പെട്ടവളുടെ ഓർമ്മദിനത്തിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചാണ് അവർ ഓടിയെത്തിയത്. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശി റോബിൻസൺ, തിരുവനന്തപുരം ഈഞ്ചക്കൽ സ്വദേശി ശ്രീജിത്ത്, ആറ്റിങ്ങൽ സ്വദേശി മോഹൻ എന്നിവർക്കാണ് ലീല പുനർജന്മമേകിയത്. മരണത്തെ മുഖാമുഖം കണ്ട ഇവർ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ലീനയിലൂടെയാണ്. ശ്രീജിത്തിനും റോബിൻസണിനും ലീനയുടെ വൃക്കകൾ പുതുജീവനേകിയപ്പോൾ മോഹനനെ ജീവിതത്തിലേക്ക് നയിച്ചത് ലീനയുടെ കരളുകളാണ്. 65 ദിവസത്തിൽ കൂടുതൽ ഞാൻ ICUയിൽ കിടന്നിട്ടാണ് രണ്ടാമത് ഈ ഒരു സ്റ്റേജിൽ നിന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് സജീവൻ്റെ മക്കളോ കുടുംബത്തോടോ എനിക്ക് തീരാത്ത കടപ്പാടുകളുണ്ടെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിച്ചു. പക്ഷേ ഇന്ന് നമ്മൾ ആ ബന്ധം നിലനിർത്തി തന്നെയാണ് ഓരോ ദിവസവും. 2018 ട്രാൻസ്പ്ലാന്റ് നടന്നത്. അതിനുശേഷം ഇപ്പോൾ 6 വർഷമായി എല്ലാ വർഷവും ഇവിടെ ഓർമ്മ ദിവസം കടന്നു വരുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ കുടുംബത്തോട് തീരാത്ത നന്ദിയും കടപ്പാടും ഞങ്ങൾക്കുണ്ട്. മൃതസഞ്ജീവനി വഴിയാണ് ഞാൻ ഈ കിഡ്നിക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെയാണ് എനിക്ക് ഇവിടുത്തെ അമ്മയുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റിനായിട്ട് കിട്ടിയത്. അതിനുശേഷം ഇന്ന് വരെ എല്ലാ വർഷവും ഞാനിവിടെ വരാറുണ്ട്. ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഞങ്ങൾ പരസ്പരം സ്നേഹം കൈമാറുകയും എല്ലാ കാര്യങ്ങളും വിളിച്ചറിയിക്കുകയും അങ്ങനെ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. 2018 ഓഗസ്റ്റ് മാസത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ അസുഖത്തെ തുടർന്നാണ് ലീനയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. ദുഃഖവാർത്തയിൽ ആദ്യം പകച്ച കുടുംബം തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സമ്മതിക്കുകയായിരുന്നു. പിന്നെ മെഡിക്കൽ കൊണ്ട് MRI സ്കാൻ ചെയ്യുമ്പോഴാണ് മസ്തിഷ്കം സംഭവിച്ചു തുടങ്ങിയായിരുന്നു. അങ്ങനെ പിന്നെ ഒരു 5 ദിവസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാണ് സംഭവിക്കുന്നത്. അപ്പോൾ അന്നേരം എടുത്തൊരു തീരുമാനമാണ് അവയവം ദാനം ചെയ്യണമെന്നുള്ളത്. അങ്ങനെ സർക്കാരിൻ്റെ മൃതസഞ്ജീവനിയുടെ ആദ്യത്തെ പദ്ധതിയിൽ ദാനം കൊടുത്തു. കേരളത്തിൽ ആദ്യത്തെ ഒരു അവയവദാനമായിരുന്നു ഇത്. അങ്ങനെ 3 പേർക്ക് പുതുജീവൻ കിട്ടി. അവർ ഇന്ന് നമ്മുടെ എല്ലാ ഓർമ്മ ദിനത്തിലും ഇവിടെ വരാറുണ്ട്. അവയവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുതുജീവൻ വീണ്ടെടുത്ത മൂവരും ലീനയുടെ കൊല്ലത്തെ വീട്ടിലെത്തിയിരുന്നു. തുടർന്നിങ്ങോട്ട് എല്ലാ വർഷവും ഓർമ്മ ദിനത്തിൽ മുടക്കം കൂടാതെ ലീനയുടെ കുടുംബത്തോടൊപ്പം ഇവരും പങ്കുചേരും. ജനം, കൊല്ലം.